വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്യാമറയുള്ള നല്ല ഡിസ്പ്ലേ ഉള്ള ഹെവി ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വാട്സ്ആപ്പ് ഗീസ് വോയിസ് മെയിൽ നാസ്മാണ്. സാംസങ്ങിന്റെ ഭാഗത്ത് നിന്നും വെറും 11,999 രൂപയ്ക്ക് ഒരു കിഡിലൻ സ്മാർട്ട് ഫോൺ വന്നിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ടിൽ കൂടിയാണ് ഈ ഒരു മൊബൈൽ ഫോൺ സെയിലിന് വന്നിരിക്കുന്നത്. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള F15 എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. സാംസങ്ങിന്റെ F15 എന്ന് പറഞ്ഞ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 217 ഗ്രാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഗ്ലാസ് ഫ്രണ്ട് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഫ്രെയിമും ബാക്കും പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. സിം സ്ലോട്ടിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ഡ്യുവൽ സിം ആണ് ഇതിൽ വരുന്നത്. ഒരേ സമയത്ത് നിങ്ങൾക്ക് 2 നാനോ സിം കാർഡോ ഇല്ലെങ്കിൽ ഒരു സിം കാർഡോ മെമ്മറി കാർഡോ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് സിം സ്ലോട്ട് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.6 ഇഞ്ചിന്റെ MOLED 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റോട് കൂടിയാണ് ഡിസ്പ്ലേ വരുന്നത്. ഈ ഒരു വില വെച്ച് നോക്കി കഴിയുമ്പോൾ മറ്റൊരു കമ്പനിയും ഇത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് എപ്പോഴും എടുത്തു പറയാൻ കാരണം മറ്റൊന്നുമല്ല, സാംസങ്ങിന്റെ ഡിസ്പ്ലേക്ക് യാതൊരു വിധതരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാൻ തയ്യാറല്ല. കാരണം അത്രത്തോളം ക്വാളിറ്റിയിലാണ് സാംസങ് ഡിസ്പ്ലേ പുറത്തു കൊണ്ടുവരുന്നത്. F15 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ചിപ്സെറ്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 6100+6 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ആണ് വരുന്നത്. സാംസങ്ങിന്റെ സ്വന്തം UI 1 UI 6 ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 2 മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ പോകുന്നത്. 4/128, 6/128 എന്ന് പറയുന്ന 2 വേരിയന്റിലായിരിക്കാം ഈ ഒരു മൊബൈൽ ഫോൺ ഫ്ലിപ്കാർട്ടിലൂടെ നമുക്ക് സാംസങ് നൽകുന്നത്. ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സാംസങ്ങിന്റെ ഇപ്പോൾ ഇറങ്ങുന്ന ടിപ്പിക്കൽ ടൈപ്പിലുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള മൊബൈൽ ഫോണിന്റെ അതേ മോഡലിലാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പില് മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ ആണ് വരുന്നത്. ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ 1.8 ആണ് അപ്പർച്ചർ വരുന്നത്. സെക്കൻഡറി ക്യാമറ ആയിട്ട് 5 മെഗാ പിക്സലിന്റെ 2.2 അപ്പർച്ചർ വരുന്ന ഒരു അൾട്രാ വൈഡ് ലെൻസ് ആണ് വരുന്നത്. മൂന്നാമത്തെ ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിന്റെ 2.4 അപ്പർച്ചർ വരുന്ന ഒരു മാക്രോ ക്യാമറയാണ് വരുന്നത്. ഈ 2 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ എല്ലാ ആളുകളും ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്, എന്തിനാണ് 2 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. പക്ഷേങ്കിൽ സാംസങ്ങിന്റെ ഒരു പ്രൈസ് സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 2 മെഗാ പിക്സൽ ഇനഫ് തന്നെയാണ്. വീഡിയോയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് 1.8 30 FPS EIS സപ്പോർട്ടോട് കൂടി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും സാംസങ് നൽകുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 2.0 അപ്പർച്ചർ ഉള്ള വൈഡ് ആംഗിളുള്ള ഒരു 13 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് സാംസങ് തന്നിരിക്കുന്നത്. ഈ ഒരു 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ച് 1.8 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ലൗഡ് സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത്. 3.5 mm ഒരു ഓഡിയോ ജാക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. USB Type-C 2.0 ആണ് ചാർജിംഗ് പോർട്ട് ആയിട്ട് വരുന്നത്. ഇനിയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ എടുത്തു പറയേണ്ട ഒരു ഘടകം വരുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഉറപ്പായിട്ട് നമുക്കൊരു 1.5 ദിവസത്തെ നോർമൽ യൂസേജ് ഈ ഒരു മൊബൈൽ ഫോണിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. 6000 വാട്ട്സിന്റെ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി 25 വാട്ടിന്റെ ചാർജർ സപ്പോർട്ട് നൽകുന്നുണ്ട്. പക്ഷേങ്കിൽ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ സാംസങ് എല്ലാ മൊബൈലിലും കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു മൊബൈലിലും ബോക്സിനോടൊപ്പം ചാർജർ നൽകിയിട്ടില്ല. 3 കളർ വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ പോകുന്നത്. ആഷ് ബ്ലാക്ക്, ഗ്രൂവി വയലറ്റ്, ജാസി ഗ്രീൻ. ഈ ഒരു 3 കളർ വേരിയന്റിലാണ് ഫ്ലിപ്കാർട്ടിലൂടെ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടാൻ പോകുന്നത്. വളരെ കുറഞ്ഞ ഒരു ബഡ്ജറ്റിന് ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള നല്ലൊരു ഡിസ്പ്ലേ ഉള്ള നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ നോക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോണാണ് സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ലോഞ്ച് ആയിട്ടുള്ള F15 എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കും. ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇതേപോലുള്ള നല്ല വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു ദിവസം നല്ല വീഡിയോ കാണുമ്പോൾ നാസിം സൈനിങ് ഓഫ്. താങ്ക് യു.